സ്വർണം വാങ്ങാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയി സ്വർണം വാങ്ങിച്ചോ. ഇനിയിപ്പം എന്താണെങ്കിലും സ്വർണത്തിന്റെ വില കൂടത്തേ ഉള്ളൂ. കാരണം ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം എന്താണെങ്കിലും സ്വർണം ഒരു 1,00,000 രൂപയിലൊന്നും എത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, എത്തിയിരിക്കുന്നു. സ്വർണത്തിന് 50,000 രൂപ കടന്നിരിക്കുകയാണ് വില. ഗ്രാമിന് 130 രൂപയാണ് ഇന്ന് കൂടിയത്. ഇതോടെ 6,300 രൂപയായി ഗ്രാമിന്റെ വില. ഒപ്പം പവന്റെ വില 50,400 രൂപയായിരിക്കുന്നു. പവൻ 50,000 രൂപ എന്ന റെക്കോർഡ് വില ഇതാദ്യമായിട്ടാണ്. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, ഈ സ്വർണ്ണ വില അതിങ്ങനെ റോക്കറ്റ് കണക്ക് ഉയർന്നു. ഒരിക്കലും 50,000-ത്തിലേക്കൊന്നും എത്തില്ല എന്നൊക്കെ കുറച്ചുനാൾ മുൻപ് വരെ വിചാരിച്ചിരുന്നു. പിന്നീട് 49 കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്നാവും 50,000 എന്നുള്ളൊരു കാത്തിരിപ്പായിരുന്നു. ഇപ്പൊ എന്താണെങ്കിലും 1,00,000 രൂപ എത്തിയിരിക്കുന്നു സ്വർണം. എങ്ങനെ സ്വർണം വാങ്ങുമല്ലേ? അതെ അതെ സേതു, അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില അതിന്റെ ഏറ്റവും പാരമ്യത്തിലാണ് നിൽക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്നലെ ട്രോയ് ഔൺസിന് $2,225 ഇത് ഏറ്റവും വലിയ വിലയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ആഭ്യന്തര വിപണിയിൽ ഇന്നുണ്ടായിരിക്കുന്നത്. കേരള വിപണിയിൽ ഗ്രാമിന് 130 രൂപ വർദ്ധിച്ച് 6,300 രൂപയാണ് വില. അതായത് പവന് 50,400 രൂപയിൽ എത്തി നിൽക്കുന്നു. ഇതിന് മുൻപുള്ള ഏറ്റവും ഉയർന്ന വില എന്ന് പറയുന്നത് ഈ മാസം 21-ാം തീയതി രേഖപ്പെടുത്തിയ ഗ്രാമിന് 6,180 രൂപ അഥവാ പവന് 49,440 രൂപ എന്നുള്ളതായിരുന്നു. ഇന്ന് പവന് 50,400 രൂപയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഏതാണ്ട് 55,000-ഓളം രൂപ വേണ്ടിവരും. കാരണം നികുതി, പണിക്കൂലി, BIS ചാർജ് തുടങ്ങിയവ എല്ലാം ഉൾപ്പെടുത്തി കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 55,000 രൂപയ്ക്ക് തൊട്ടടുത്ത് തന്നെ നൽകേണ്ടി വരും. തമിഴ്നാട്ടിൽ സ്വർണ്ണവില ഇന്നലെ തന്നെ 50,000 രൂപ കടന്നിരുന്നു. അത് വിവിധ സംസ്ഥാനങ്ങളിലെ BIS ചാർജുകൾ, പണിക്കൂലി, നികുതി തുടങ്ങിയവയെല്ലാം ആശ്രയിച്ചാണ്. എന്തായാലും കേരളത്തിൽ പവന്റെ വില, ഒരു പവൻ സ്വർണത്തിന് വില 1,00,000 രൂപ കടന്നിരിക്കുന്നു.